മലയാളത്തിൽ ഇന്ന് വരെ വന്നതിൽ നിന്നും മാറി സഞ്ചരിക്കുന്ന ഹൊറർ സിനിമ. ജയ് കെ സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് പ്രധാന വേഷത്തിലെത്തിയ എസ്ര. ചിത്രത്തെ മികച്ചതാക്കി നിർത്തുന്ന 5 കാര്യങ്ങൾ. വെള്ളസാരി ഉടുക്കലും രാത്രിയിൽ പാട്ടുപാടി നടക്കലും ആണിയുരലും ഒക്കെയായിരുന്നു മലയാളത്തിൽ വന്ന ഒട്ടുമിക്ക ഹൊറർ ചിത്രങ്ങളുടെയും അടിസ്ഥാനം. ആ പശ്ചാത്തലത്തിൽ നിന്നും ഏറെ മാറിയാണ് എസ്ര കഥ പറയുന്നത്. കൃത്യമായ ഐഡന്റിറ്റിയുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുകയും അവർക്ക് വ്യക്തമായ സ്പേസ് നൽകി പറഞ്ഞതുമായ കഥ. ഹൊറർ സിനിമകൾക്ക് തന്നെ മാതൃകയാക്കാൻ പറ്റുന്ന അവതരണം. ടെക്നിക്കൽ പെർഫെക്ഷനിൽ സംവിധാനം ഭംഗിയാക്കിയ ജയ്. പ്രമേയത്തോട് 100% നീതി പുലർത്തിയ സിനിമ. ഹൊറർ ചിത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ക്യാമറ കാഴ്ചകൾ. ഡാർക്ക് ഷെയ്ഡ്, ലൈറ്റിംഗ്, മഴ, രാത്രി എന്നിവയൊക്കെ തന്നെ നവ്യമായ ഒരു അനുഭൂതി സമ്മാനിച്ചുകൊണ്ട് സുജിത് വാസുദേവ് ക്യാമറയിൽ പകർത്തിയപ്പോൾ തിയേറ്റർ കാഴ്ചകളിലേക്ക് അതിനെ ഒതുക്കി ചേർത്ത് വച്ചത് വിവേക് ഹർഷനാണ്. സിനിമയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ രഞ്ജന്റെയും പ്രിയയുടെയും കൂടെ അവരുടെ ലോകത്തേക്ക് ഈ കാഴ്ചകൾ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. കിടിലൻ ഛായാഗ്രഹകനും കില്ലാടി എഡിറ്ററും. പേടിപ്പെടുത്താൻ വലിയ ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കാതെ ഗൗരവമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സിനിമയുടെ ആത്മാവായി കൂടെ ചേരുന്ന പശ്ചാത്തല സംഗീതം എസ്രയെ മൊത്തത്തിൽ ഒരു അഡാർ ഐറ്റമാക്കുന്നുണ്ട്. സന്ദർഭങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഗാനങ്ങളും. രാഹുൽ രാജും സുഷിൻ ശ്യാമും ചേർന്നാണ് സംഗീത വിഭാഗം കൈകാര്യം ചെയ്തിരിക്കുന്നത്. രഞ്ജനായി പൃഥ്വിരാജ്, പ്രിയയായി പ്രിയ ആനന്ദ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയപ്പോൾ വിജയരാഘവൻ, ബാബു ആന്റണി, സുധേവ്, ടൊവിനോ, സുജിത് ശങ്കർ, പ്രതാപ് പോത്തൻ, അലൻ സിയർ, അനു ശീതൽ, രാജേഷ് ശർമ്മ എന്നിവർ മറ്റു പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തു. കഥാപാത്രങ്ങളായവരെല്ലാം ഗംഭീര പ്രകടനം കാഴ്ചവെച്ചു വന്നത് സിനിമയുടെ ആകെ തുകയെ മികച്ചതാക്കുന്നുണ്ട്. പൃഥ്വിയുടെയും പ്രിയയുടെയും പ്രകടനം എടുത്തു പറയേണ്ടതാണ്. ഫ്ലാഷ് ബാക്ക് രംഗങ്ങൾ വളരെ മികച്ചു നിന്നു. തീർച്ചയായും ക്ലൈമാക്സ് തന്നെയാണ് സിനിമയുടെ വിധി നിർണ്ണയിക്കുന്നത്. ഈ സിനിമയിൽ അത് എത്ര നന്നായി ചെയ്തെന്ന് നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി അനുഭവിച്ചറിയാം. പേടിക്കാനുള്ള സിനിമയല്ല എസ്ര. ഗൗരവമായി പറഞ്ഞു പോകുന്ന സിനിമ ഒരു ത്രില്ലർ സ്വഭാവത്തിലുള്ളതാണ്. ടെക്നിക്കൽ പെർഫെക്ഷൻ തന്നെയാണ് സിനിമയെ ഗംഭീരമാക്കുന്നത്. നല്ല തിയേറ്ററിൽ ചിത്രം കാണുക. ഒരു പുതിയ സംവിധായകന്റെ പുതിയ സിനിമ. നിരാശരാകില്ല. എസ്ര 2017 ഒരു വെട്ടിക്കെട്ട് പടമാവട്ടെ. കൂടുതൽ വീഡിയോസിനായി മൺസൂൺ മീഡിയയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നമസ്കാരം.